കുഞ്ഞേ, പുറത്തൊരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാ നാരായണേട്ട ഈ പാതിരാത്രിയിൽ? കണ്ടിട്ടൊരു വല്ലാത്ത രൂപം. കുഞ്ഞു പോയി നോക്കൂ. ഹരി എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. മുറ്റത്തൊരാൾ പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ചായൻ, അച്ചായ. അവന്റെ വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഹോസ്പിറ്റലിൽ നിന്നന്ന് അച്ചായൻ ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? ഒരത്യാവശ്യ കാര്യമുണ്ടായിരുന്നു ഹരി. നീയൊന്ന് വന്നേ. എന്തു പറ്റി അച്ചായ? കാര്യമുണ്ട്, നീ വാ. അച്ചായനൊന്ന് നിൽക്ക്, അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം. ഹരി അകത്തേക്ക് കയറാനൊരുങ്ങി. വേണ്ട, നീ വാ. ഹരി തിരിച്ചു. അയാൾക്കൊപ്പം മുറ്റത്തേക്കിറങ്ങി. എങ്ങോട്ടേക്കാ അച്ചായ? അയാൾ ഒന്നും മിണ്ടിയില്ല. മുൻപേ നടക്കുകയാണ്. നിലാവെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹരി എന്തൊക്കെയോ ചോദിച്ചെങ്കിലും ജെയ്സൺ ഒന്നും പറഞ്ഞില്ല. ഹരിക്ക് പെട്ടെന്ന് ഒരു പന്തികേട് തോന്നി. അവൻ തന്റെ കൈയിലേക്ക് നോക്കി. ജ്വലിക്കുന്ന ഗോളം പോലെയായിരിക്കുന്നു രുദ്രാക്ഷം. മുന്നേ പോകുന്നത് ജെയ്സൺ അല്ലെന്ന് ഹരിക്ക് മനസ്സിലായി. മുന്നോട്ട് പോകണമോ വേണ്ടയോ? അവനൊരു നിമിഷം ചിന്തിച്ചു. ഇരുവശവും കാട് പിടിച്ചു കിടക്കുന്നതിനിടയിലുള്ള ഒരു ഒറ്റയടി പാതയിലൂടെയാണ് നടത്തം. ബംഗ്ലാവിൽ നിന്നും കുറച്ചകലെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ ഈ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവനോർത്തു. പട്ടികളുടെ നിർത്താതെയുള്ള ഊരിയിടൽ കേൾക്കാൻ തുടങ്ങി. ഉള്ളിലെ ഭയം ഫണം വിടർത്താൻ തുടങ്ങിയിരുന്നു. കൈയിലെ ലോക്കറ്റിൽ മുറുകെ പിടിച്ച് അവൻ മുന്നോട്ടേക്ക് നടന്നു. വീടിനു മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് നാരായണൻ ഇറങ്ങി വന്നത്. ഹരിയെ ഒന്ന് വിളിക്കൂ. നാരായണൻ അന്തം വിട്ടു. അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. എന്താ ആശാനെ ഇങ്ങനെ നോക്കുന്നത്? കുറച്ചു നേരത്തെ സാറല്ലേ ഹരിക്കുഞ്ഞിനെ അന്വേഷിച്ചത്? ഹരിക്കുഞ്ഞും സാറും കൂടെയല്ലേ ഇവിടുന്ന് അല്പം മുൻപ് പുറത്തേക്ക് പോയത്? ഞാനും ഹരിയുമായി പുറത്തേക്ക് പോയെന്നോ? എന്നതാ ആശാനെ ഈ പറയുന്നേ? ഞാൻ ഇപ്പോഴാന്നേ വന്നത്. അപ്പോൾ അതാരാ? ജെയ്സന്റെ തലയ്ക്കുള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. അപകടം. ആരോ എന്നെപ്പോലെ വന്ന് ഹരിയെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എങ്ങോട്ടേക്കാ അവർ പോയതെന്ന് കണ്ടോ? അങ്ങോട്ടാ പോയത്. ആ വഴി കാടാണ്. ചെന്നവസാനിക്കുന്നത് ഇവിടുത്തെ സാറിന്റെ പഴയ തറവാട്ടിലാണ്. അവിടെ ആരാണ് താമസം? അവിടെ ആരുമില്ല. പൊട്ടിപ്പൊളിഞ്ഞു പോയി. ചോദിച്ചുകൂടായിരുന്നോ എങ്ങോട്ടേക്കാണെന്ന്? പോലീസുകാരല്ലേ, എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് കരുതി. മറ്റുള്ളവരോട് പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് പോകട്ടെ. ജേസൺ പോക്കറ്റിൽ കിടന്ന ഫോണെടുത്ത് ഫ്ലാഷ് ഓണാക്കി ആ വഴിയെ നടന്നു. മുന്നിൽ പോയ രൂപം പെട്ടെന്ന് കാണാതായി. ഹരി ചുറ്റുപാടും നോക്കി. എങ്ങും കനത്ത ഇരുൾ മാത്രം. ഹരി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നു. തന്റെ പിന്നിൽ ആരോ നിശ്വസിക്കുന്നതുപോലെ ഹരിക്ക് തോന്നി. ചുടുനിശ്വാസം കഴുത്തിൽ പതിയുന്നതായി ഹരിക്ക് അനുഭവപ്പെട്ടു. ഹരിയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. തലയ്ക്കുള്ളിൽ ഒരു കൊള്ളിമീൻ പാഞ്ഞുപോയി. രക്തത്തിന്റെ രൂക്ഷഗന്ധം ഹരിക്ക് അനുഭവപ്പെട്ടു. ഹരി ലോക്കറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിൽ മുത്തശ്ശനെ ഓർത്തു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരലർച്ച കേട്ടു. ഹരി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ആ രൂപം. മുന്നിൽ ജപമാലയുമായി ജെയ്സൺ. അച്ചായ? ഹരി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല അച്ചായ. ജെയ്സൺ ജപമാല ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പട്ടികളുടെ ഓരിയിടൽ അടുത്തടുത്തു വരുന്നതുപോലെ ഹരിക്ക് തോന്നി. പിന്നിലെന്തോ മുരൾച്ച പോലെ കേട്ട് ഹരി പിന്തിരിഞ്ഞു നോക്കി. കൂർത്ത പല്ലുകൾ കാട്ടി നാവ് നീട്ടി തിളങ്ങുന്ന കണ്ണുകളുമായി കുറേയേറെ നായ്ക്കൾ തങ്ങളെ വളഞ്ഞിരിക്കുന്നത് അരണ്ട നിലാവെളിച്ചത്തിൽ ഹരി കണ്ടു. അവന് തൊണ്ട വരണ്ടുണങ്ങിയതുപോലെ തോന്നി. ഹരി കൈ ഉയർത്തി ജേസന്റെ തോളിൽ വെച്ചു. അവന്റെ കൈയിലെ വിറയൽ ജേസണിന് തോളിൽ അനുഭവപ്പെട്ടു. ജേസൺ പതിയെ തിരിഞ്ഞ് ഹരിയെ നോക്കി. അവൻ പരിഭ്രമത്തോടെ എന്തോ നോക്കുന്നത് കണ്ട് ജേസണും അങ്ങോട്ടേക്ക് നോക്കി. തങ്ങളുടെ മേൽ ചാടി വീഴാൻ തയ്യാറായി നിൽക്കുന്ന ആ ക്രൂര മൃഗങ്ങളെ കണ്ട് ജേസണും ഒരു നിമിഷം പതറി. പെട്ടെന്ന് അടിയേറ്റതുപോലെ രണ്ടാളും തെറിച്ചു വീണു. ജേസന്റെ കയ്യിലിരുന്ന ജപമാല തെറിച്ചുപോയി. വായുവിൽ ഉയർന്നു നിന്നിരുന്ന ആ കറുത്ത രൂപം കാറ്റിലൊഴുകി വരുന്നതുപോലെ അവർ കരുകിലേക്ക് വന്നു. അതിന്റെ കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവരെ ഒന്ന് നോക്കി നിന്ന ശേഷം വായുവിൽ അലിഞ്ഞത് ഇല്ലാതെയായി. കൂടെ അവർക്ക് ചുറ്റും നിരന്നു നിന്നിരുന്ന ആ ക്രൂര മൃഗങ്ങളും അപ്രത്യക്ഷമായി. ഹരി ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. അച്ചായ? അച്ചായൻ എന്തു തോന്നുന്നു? ഹരി, ഈ ആത്മാവ് നിന്നെ ഇവിടെ എത്തിച്ചത് ഉപദ്രവിക്കാനല്ല. പിന്നെ നീ കരുതും പോലെ ആ കൊലപാതകങ്ങളൊന്നും ചെയ്തത് ഈ ആത്മാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹരി, അന്ന് ഹോസ്പിറ്റലിൽ വച്ചും നമുക്ക് സൈൻ കാണിച്ചു തരികയാണ് ചെയ്തത്. എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും അച്ചായ? ഇതു നിന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഹരി. ജപമാലയിൽ അതിനെ കൺട്രോൾ ചെയ്തു നിർത്തിയപ്പോൾ എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതിന്റെ കരച്ചിൽ, അതെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭ്രമത്തിലാകാൻ മാത്രമേ അതിന് കഴിവുള്ളൂ. അപ്പോഴേക്കും അവരെ തിരക്കി രാഹുലും രാജേഷുമൊക്കെ അവിടെ എത്തിയിരുന്നു.
ഹരി, എന്തു പറ്റിയടാ? നീ എന്തിനാ ഒറ്റയ്ക്കിറങ്ങി വന്നത്? ഏയ്, ഒന്നുമില്ലടാ, നമുക്ക് പോകാം. പോകാനായി തുടങ്ങിയ രാജേഷിനെ ഹരി വിളിച്ചു. രാജേഷ്, നാളെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. ഇവിടെ എന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശരി, രാവിലെ തന്നെ നമുക്ക് നോക്കാം. ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്നതും ജേസൺ ഒന്ന് നിന്നു. അയാൾ ആ ബംഗ്ലാവിനെ ആകമാനമൊന്ന് നോക്കി. കൊട്ടാര സദൃശ്യമായ വീട്. എന്തു പറ്റി അച്ചായ? ഹരി, ഈ ബംഗ്ലാവിൽ എന്തൊക്കെയോ ദുരൂഹത ഉള്ളതുപോലെ തോന്നുന്നു. എന്തോ ഒരു തരം വൈബ്രേഷൻ കിട്ടുന്നു എനിക്ക്. ആ ആത്മാവ് നീയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നിന്നെ കൊണ്ട് പോയത്. പക്ഷെ ഹരി, സിനിമയിലൊക്കെ കാണും പോലെ ആത്മാക്കൾക്ക് നമ്മളോടൊന്നും സംസാരിക്കാൻ കഴിയില്ല. അവർ പറയുന്നതൊക്കെ കരയുന്ന പോലെയോ ചിരിക്കുന്ന പോലെയോ അലർച്ചയായോ അതുപോലെയൊക്കെയുള്ള ശബ്ദങ്ങളായി മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മളെ ഭയപ്പെടുത്തും. ആത്മാക്കൾക്ക് നമ്മളോട് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ സ്വപ്നങ്ങളിൽ വരും. ചിലപ്പോൾ നമ്മോടൊപ്പം ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുകയില്ലേ? അതൊരു പക്ഷേ ഒരു ആത്മാവാകാം. അത് നമ്മോടെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടാകാം. അതിനുവേണ്ടി നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുവാനായി ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ എന്തെങ്കിലും സാധനങ്ങൾ തട്ടിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. നീ ഇത് കണ്ടോ? ജേസൺ പോക്കറ്റിൽ നിന്നും ഒരു സ്പീക്കറും ഒരു ചെറിയ ഡിവൈസും എടുത്തു. ഹരി, ഈ ഉപകരണത്തിൽ ആത്മാക്കളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ കഴിയും. അതായത് അവയിൽ നിന്ന് വരുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ അത് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാം അവരെന്താണ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നതെന്ന്. എന്നിട്ടിപ്പോൾ അത് റെക്കോർഡ് ചെയ്തിരുന്നോ? സത്യത്തിൽ ഞാൻ വന്നത് ഇത് നിന്നെ ഏൽപ്പിക്കാനായിരുന്നു. ഡിവൈസ് ഞാൻ ഓണാക്കി വെച്ചിരുന്നു. അതിന്റെ സൗണ്ട്സ് എല്ലാം റെക്കോർഡായിട്ടുണ്ട് ഇതിൽ. നിങ്ങൾക്കതൊന്ന് നോക്കാൻ പറ്റുമോ അച്ചായ? ഇപ്പോൾ എന്താണത് പറയാൻ ശ്രമിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞാലോ? ഹരി ആവേശത്തോടുകൂടി ചോദിച്ചു. ബൈക്കിൽ നിന്നും തന്റെ ലാപ്ടോപ്പും എടുത്ത് ജേസണും വീടിനകത്തേക്ക് കയറി. ജേസൺ ആ ഡിവൈസ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. സ്പീക്കറിൽ കൊടുത്തു. ലാപ്പിലെ ഒരു ഫയൽ ഓപ്പണാക്കി ജേസൺ പ്ലേ ചെയ്തു. എന്തൊക്കെയോ ചില അപശബ്ദങ്ങൾ അതിൽ നിന്നും കേൾക്കാൻ തുടങ്ങി. കുറച്ചുനേരം ശ്രദ്ധിച്ചിട്ടും ഒന്നും അതിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ പതിയെ മുജീബിനെ തോണ്ടി വിളിച്ചു. മുജീബ് ചോദ്യരൂപത്തിൽ അവനെ നോക്കി. മുജീബേ, ഇങ്ങേരെ ഉടായിപ്പാണിടാ. അങ്ങേരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ. അവൻ ശബ്ദം താഴ്ത്തി പതിയെ പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കടാ. മുജീബ് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ഓ പിന്നെ, ഇങ്ങേരിപ്പൊ കേൾപ്പിക്കും പ്രേതത്തിന്റെ സൗണ്ട്. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഹരി, ശ്രദ്ധിച്ച് കേൾക്കൂ. കേൾക്കുന്നുണ്ടോ നിനക്ക്? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ജേഴ്സന്റെ ചോദ്യം കേട്ട് ഹരി ഒന്നുകൂടി ശ്രദ്ധിച്ചു. ആദിത്യൻ, രക്ഷിക്കണേ, എന്റെ ആദിത്യനെ രക്ഷിക്കണേ. കേൾക്കമച്ചായ, ഹരി ആവേശത്തോടെ പറഞ്ഞു. മറ്റു 3 പേരും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉടായിപ്പല്ലേ? രാഹുൽ സ്വയം പറയുന്നത് കേട്ട് മുജീബ് അവനെയൊന്ന് നോക്കി. മുജീബിനെ നോക്കി അവനൊന്ന് ചമ്മിയെ ചിരിച്ചിരിച്ചു. ആദിത്യനെ രക്ഷിക്കൂ എന്നല്ലേ പറഞ്ഞത്? അതിനർത്ഥം ആദിത്യൻ ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ ഹരി? ആ രാജേഷ്, നമ്മുടെ റൂട്ട് ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ആ 3 കൊലപാതകങ്ങളും നടന്നത്. പക്ഷെ നമ്മൾ കുറച്ചു കെയർലെസ് ആയി. നമ്മുടെ കയ്യെത്തും അകലത്തുണ്ടിപ്പോൾ കൊലയാളികൾ. കണ്ടെത്തണം. ഹരി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പുറത്തെ വാതിലിനു മുന്നിൽ നിൽക്കുകയായിരുന്നു ആ കറുത്ത രൂപം. അത് പിന്തിരിഞ്ഞു. പിന്നെ പതിയെ മുകളിലേക്ക് ഉയർന്നു. ഒരു പുകച്ചുരുൾ പോലെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. ഹരി, നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഹരിയുടെ ഫോൺ ഒരുപാട് നേരം റിംഗ് ചെയ്തിട്ടും അവൻ എടുക്കുന്നില്ലെന്ന് കണ്ട് രാജേഷ് വിളിച്ചു പറഞ്ഞു. ഫോൺ റിംഗ് ചെയ്തു നിന്നു. രാജേഷ് റൂമിൽ മേശമേലിരുന്ന ഫോൺ കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. ഫോൺ വീണ്ടും റിംഗ് ചെയ്യാൻ തുടങ്ങി. ഹരി! രാജേഷ് പുറത്തേക്കിറങ്ങി. മുറ്റത്ത് നിൽക്കുകയാണ് ഹരി. രാജേഷ് അവന്റെ അടുത്തേക്ക് ചെന്നു. നിന്റെ ഫോൺ കുറച്ചു നേരമായി റിംഗ് ചെയ്യുകയാണ്. ഹരി കേട്ട ഭാവമില്ല. ഹരി! രാജേഷ് അടുത്തേക്ക് ചെന്ന് വിളിച്ചു. എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നവൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു. നീ എന്ത് ചെയ്യുകയാ ഇവിടെ? ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടില്ലേ? ഹരി രാജേഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കോൾ എടുത്തു. ഹലോ? അതെ. ആണോ? ശരി, ഞാൻ വരാം. ആരാ വിളിച്ചത്? രാജേഷ് ചോദിച്ചു. ഡോക്ടറാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയായെന്ന്. രാജേഷ്, അച്ചായൻ പറഞ്ഞത് ശരിയാണ്. 3 മരണങ്ങളും പ്രേതവും ഭൂതവുമൊന്നുമല്ല ചെയ്തത്, മനുഷ്യൻ തന്നെയാണ്. ഡോക്ടർ അതാണിപ്പോൾ പറഞ്ഞത്. എത്രയും വേഗം നമുക്കവിടെ എത്തണം. പിന്നെ ഏതൊരു കൊലപാതകത്തിലും ഒരു തുമ്പ അവശേഷിപ്പിക്കുമല്ലോ. ദേവുവിന്റെ മർഡർ നടന്ന ദിവസം അയാൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതാണിനി നമ്മുടെ കച്ചിത്തുരുമ്പ്. ദേവുവിനെ കൊല്ലുന്ന സമയത്ത് അയാളുടെ ശരീരഭാഗത്തിൽ എവിടെയോ അവളുടെ നഖങ്ങൾ കൊണ്ടു. മരണവിപ്രാളത്തിലുള്ള പിടിയിൽ പറ്റിയതാകും.
കൊലയാളിയുടെ സ്കിന്നും ബ്ലഡും അവളുടെ നഖത്തിലുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവളുടേത് തന്നെയാകാൻ വഴിയില്ലേ ഹരി? നോ രാജേഷ്, ദേവുവിന്റെ ബ്ലഡ് എ പോസിറ്റീവാണ്. നഖത്തിലെ ബ്ലഡ് സാമ്പിൾ O പോസിറ്റീവും. അത് പിറ്റേന്നു തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് വെച്ച് നമ്മൾ എങ്ങനെ കൊലയാളിയെ കണ്ടെത്തും? രാജേഷ്, എന്തു തന്നെയാണെങ്കിലും കൊലയാളി ഹൈടെക് ആണ്. എല്ലാ കൊലയും അതുപോലെ തന്നെ ഒരു തെളിവുമില്ലാതെയാണ് ചെയ്തത്. അതൊരു ആത്മാവ് അല്ലെങ്കിൽ പ്രേതമാണ് ചെയ്തതെന്ന് വരുത്തിയിരിക്കുന്നു. പ്രഭാകരന്റെ ബോഡിയിൽ നിന്നും ആ ബ്ലഡ് അങ്ങനെ ഊറ്റിയെടുക്കണമെങ്കിൽ എന്ത് എക്യുപ്മെന്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാകുക? ഹരി ആലോചനയോടെ പറഞ്ഞു. ബട്ട് ഹരി, പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാളിനെ അവിടെ കയറി എങ്ങനെ കൊല്ലാൻ? അയാൾ അവിടെയുണ്ടെന്ന് ആർക്കും അറിയാത്തൊരു സാഹചര്യത്തിൽ, അതും ബ്ലഡ് മുഴുക്കെ ഊറ്റിയെടുത്തുകൊണ്ട്. രാജേഷ്, ആരോ ഒരാൾ നമ്മളെ ഒറ്റുകൊടുക്കുന്നുണ്ട്. രാജേഷ് അമ്പരപ്പോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെല്ലാം വമ്പൻ പാർട്ടികളാണ്. ഈ കേസ് ഒതുക്കിക്കളഞ്ഞതുപോലും അവരാണ്. അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. അതിനു മുൻപ് ഒരു കാര്യം നമുക്കറിയണം. അലീന ചില കുട്ടികളുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കാറുണ്ടെന്ന് ആദിത്യന്റെ ഡയറിയിൽ വായിച്ചു. അതെന്തിനായിരുന്നു എന്ന് കണ്ടെത്തണം. നമുക്ക് ഈ ബംഗ്ലാവ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മളെ ഇവിടെ തന്നെ എത്തിച്ചതിന് പിന്നിൽ എന്തോ കാരണമുണ്ട് രാജേഷ്. ചിലപ്പോൾ നമ്മൾ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾക്കുള്ളിൽ തന്നെ മതി. മനസ്സിലായോ? ഉവ്വ് ഹരി. പെട്ടെന്നൊരു കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു നിന്നു. അതിൽ നിന്നും രാഹുലും മുജീബും ഇറങ്ങി. എന്തായി പോയ കാര്യം? സംഗതി നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഹരി. ആ ഓഫനേജിൽ അങ്ങനൊരു കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. ഓഫനേജ് രജിസ്റ്ററൊക്കെ പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും അങ്ങനൊരു പേരുമില്ല. അങ്ങനൊരു കുട്ടി അവിടെ ഇല്ല എന്നു തന്നെയാണ് അവർ പറയുന്നത്. അതെങ്ങനെ? ദേവി ടീച്ചർ തന്ന അഡ്രസ് തന്നെയല്ലേ അത്? അതൊക്കെ തന്നെയാണ് ഹരി. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയും കാണുമല്ലോ എന്ന് കരുതി അവിടെയും പോയി. ഫയലുകളെല്ലാം തപ്പി. പക്ഷെ അങ്ങനൊരു പരാതി പോലും അവിടെ ഇല്ല. ആരോ നല്ല രീതിയിൽ ഇതിൽ ഇടപെടുന്നുണ്ട്. നമ്മളുടെ വഴി ആരോ തടസ്സപ്പെടുത്തുകയാണ്. ഹരി കുറച്ചുനേരം എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ പതിയെ നടന്ന് കാറിനരുകിലേക്ക് ചെന്നു. അതിലേക്ക് ചാരി നിന്നു. രാജേഷ്, നമുക്ക്... ഹരി പറയാൻ വന്നത് പകുതിയിൽ നിർത്തി. വേറെന്തോ നോക്കുന്നത് കണ്ട് മറ്റുള്ളവരും അവന്റെ അടുത്തേക്ക് വന്നു. എന്താടാ? അവൻ നോക്കുന്നിടത്തേക്ക് അവരും നോക്കി. ഹരി പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഓടി. പിന്നാലെ മറ്റുള്ളവരും. രാജേഷ്, രാഹുൽ, അവിടെ ആരോ ഉണ്ട്, കം ഫാസ്റ്റ്. 4 പേരും ഹരി പറഞ്ഞ ഭാഗത്തേക്കെത്തി. ആ ബംഗ്ലാവിന്റെ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ആരെയും കാണാനില്ലായിരുന്നു. ഹരി, നീ എന്താ സ്വപ്നം കണ്ടതാണോ? ഏയ്, എനിക്ക് തോന്നിയതല്ല, ഞാൻ കണ്ടതാണ് രാഹുൽ. മുജീബ് എവിടെ? 3 പേരും ചുറ്റും നോക്കി. ശരിയാണല്ലോ, മുജീബ്. 3 പേരും അവനെ തിരക്കി അവിടെയെല്ലാം നടന്നു. ഹരി, മുജീബിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവന്റെ മൊബൈലിലേക്കൊന്ന് വിളിച്ചു നോക്കൂ. രാജേഷ് മുജീബിന്റെ മൊബൈലിലേക്ക് വിളിച്ചു. ഹരി, മൊബൈൽ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ. രാജേഷിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഫോൺ റിംഗ് ചെയ്തു നിന്നു. ഹരി, നീ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കൂ രാജേഷ്. എന്നിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. 3 പേരും മുജീബിനെ തിരയാൻ തുടങ്ങി. ഹരി, എന്താ രാജേഷ്? ഹരി, മുജീബിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എന്തു ചെയ്യണമെന്നറിയാതെ 3 പേരും നിന്നു. ഹരി, ആരോ വിളിക്കുന്നത് കേട്ട് 3 പേരും തിരിഞ്ഞു നോക്കി. മുജീബ്. അവരുടെ മുഖത്ത് ആശ്വാസഭാവം വന്നു. നീ എവിടെ പോയതായിരുന്നു? എത്ര നേരം കൊണ്ട് വിളിക്കുന്നതാണെന്നറിയാമോ? ഫോൺ എടുക്കാനായി വന്നപ്പോൾ ഓഫായി പോയി. നീ എവിടെ പോയതാ? ഹരി പറഞ്ഞത് ശരിയായിരുന്നു. ഇവിടെ നിന്ന് ഓടിയവനെ ഞാൻ കണ്ടിരുന്നു. അവന്റെ പിന്നാലെ പോയതാണ്. പക്ഷേ പിടികിട്ടിയില്ല. ഈ കാടിനിടയിലൂടെ അങ്ങോട്ടേക്കാണ് ഓടിയത്. ഞാനും പിന്നാലെ ഓടിയതാ. പക്ഷേ പെട്ടെന്ന് അയാളെ കാണാതായി. കുറെ നേരം അവിടെയൊക്കെ തിരഞ്ഞിട്ടും കണ്ടില്ല. ഞങ്ങളാകെ ടെൻഷനായി പോയിരുന്നു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം നോക്കുകയായിരുന്നു. എന്താ മുജീബ്? നിങ്ങൾ ഈ പ്രദേശം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഏരിയയിൽ ഈ 2 വീടല്ലാതെ മറ്റൊരു വീടുമില്ല. ഇവിടുന്നിറങ്ങിയാൽ പിന്നെ 1 കിലോമീറ്ററെങ്കിലും പോകണം മറ്റൊന്ന് കാണണമെങ്കിൽ. അതിനെന്താടാ? ഹരി, ഞാൻ കുറച്ചു ദൂരം അവനൊപ്പം പോയിരുന്നു. ഇടയ്ക്ക് ചിലയിടത്തു നിന്നും മെഡിസിന്റെ രൂക്ഷഗന്ധം പോലെ തോന്നി. ഈ പ്രദേശത്തൊന്നും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എന്നറിയില്ല. കുറെ നേരമായി ഞാൻ അത് നോക്കുകയായിരുന്നു. അത് ഒരു സ്ഥലത്തു നിന്ന് മാത്രമായിരുന്നില്ല, പല ഭാഗത്തായാണ് എനിക്ക് തോന്നിയത്. ഈ ബംഗ്ലാവും പരിസരവും വളരെ ദുരൂഹത നിറഞ്ഞതാണല്ലോ ഹരി. രാജേഷ് പറഞ്ഞു. നമുക്കൊന്ന് മുജീബ് പറഞ്ഞിടത്തൊക്കെ നോക്കിയാലോ? വേണ്ട രാജേഷ്, നമ്മുടെ നീക്കങ്ങൾ അറിയാൻ ആരോ നമ്മുടെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പോകാം. സർ, ഓഫീസിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്ന ഹരി
തല ഉയർത്തി നോക്കി. ആ മിസ്റ്റർ മനു, എന്താ ഇവിടെ? ഞാൻ സാറിനെ കാണുവാൻ വന്നതാണ്. എന്താ മനു? സർ, നമുക്കൊന്ന് പുറത്തേക്കിറങ്ങിയാലോ? ഓക്കെ രാജേഷ്, ഞാനിപ്പോൾ വരാം. പറയൂ മനു. മനു എന്നെ കാണാൻ വന്നത് വെറുതെയല്ലെന്ന് എനിക്കറിയാം. സർ, ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ വന്നത്. അന്ന് മാധവിന്റെ ബോഡി അവിടുന്ന് മാറ്റിയ ശേഷം റൂം ഫുൾ ചെക്ക് ചെയ്യാൻ സർ പറഞ്ഞിരുന്നില്ലേ? അവിടെ നിന്നും ചില ഫയൽസ് കിട്ടിയിരുന്നു. ആ ഫയലുകളിൽ ഒന്നിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആയിരുന്നു. അതിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് വെച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെയൊരു സർജറി ഒന്നും നടന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവിടെ അങ്ങനെയുള്ള ഒരു സർജറിയും ചെയ്യില്ലെന്നുമാണ് അവർ പറഞ്ഞത്. സർ, അന്നു രാത്രി എന്നെ തേടിയൊരു ഫോൺ കോൾ വന്നു. അവിടെ ജോലി ചെയ്യുന്നൊരു നഴ്സ് എന്നായിരുന്നു പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ നഴ്സ് പറഞ്ഞത് ഓർഗൻ ബിസിനസ് മാത്രമല്ല, ഡെഡ് ബോഡികളും ജീവനോടെയുള്ള മനുഷ്യരെയും കയറ്റി വിടുന്നുണ്ടെന്നാണ്. ജീവനുള്ള മനുഷ്യരിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുവാൻ വേണ്ടി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നൊരു റാക്കറ്റ്, അത് ആ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവർ നേരിട്ട് തരാം, നേരിട്ട് കാണാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് അവർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു. പക്ഷെ അവർ വന്നില്ല. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, എന്നാൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തിരക്കി ഹോസ്പിറ്റലിൽ ചെന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപിൽ ഒരു ആക്സിഡന്റിൽ അവർ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊരു വെറും ആക്സിഡന്റ് അല്ല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതാണ് ഞാൻ സാറിനെ തേടി വന്നത്. സാറിനറിയാമല്ലോ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ എനിക്കുള്ള പരിമിതികൾ. അതുമാത്രമല്ല, ഇതിനു പിന്നിൽ ഒരു വമ്പൻ റാക്കറ്റ് തന്നെയുണ്ട് സർ. സർ, ഇതാ ആ ഫയലും ഡീറ്റെയിൽസും. ഹരി മനുവിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി. ഞാൻ പോകട്ടെ സർ? ഓക്കെ മനു, താങ്ക്സ്. മനു കൊടുത്ത ഫയലും വാങ്ങി ഹരി കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. പിന്നെ ഫോൺ എടുത്ത് കോൾ ചെയ്തു. അച്ചായ, എവിടെയാണ്? ഇന്ന് രാത്രി എത്തണം. എല്ലാം റെഡിയല്ലേ? ഓക്കെ. ഹരി ഫോൺ കട്ട് ചെയ്തു. അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു.